സോ ഗൈസ് 5-6 ദിവസത്തെ മഴയ്ക്ക് ശേഷം, ശക്തമായ മഴയ്ക്ക് ശേഷം ഇന്ന് നല്ല വെയിലുദിച്ചിരിക്കുകയാണ്. എൻ്റെ വെളിച്ചം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ സൂപ്പറാണ് ഗൈസ്. ഇന്നലെ ഈ സൈഡിൽ ഞങ്ങളുടെ അവിടെ അങ്ങനെ വെള്ളം നിൽക്കില്ല, പക്ഷേ ഇന്നലത്തെ മഴയ്ക്ക് റെഡ് അലർട്ടായിരുന്നല്ലോ ഇവിടെ. അപ്പുറത്തെ സൈഡിൽ ഫുള്ള് വെള്ളമായിരുന്നു ഗൈസ്. നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ വറ്റി ഗൈസ്. വെയിൽ വന്നിട്ട് തുണി 5-6 ദിവസത്തെ ഉണങ്ങാനുണ്ട്, അതൊക്കെ വെച്ചിട്ടുണ്ട്. സോ കുറച്ച് പണിയുണ്ട്. വെയിൽ വരുമ്പോഴാണല്ലോ കുറച്ച് എനർജി കിട്ടുക. മഴയായിട്ട് മടിച്ച് പുറത്തൊന്നും ഇറങ്ങാതിരിക്കുകയായിരുന്നു. സോ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ചെയ്യാം. എല്ലാ വർഷവും മഴക്കുഞ്ഞ് ചെറിയ മേക്ക് ഓവറൊക്കെ ചെയ്യാറുണ്ട്. ഈ ഇയറും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. മുള വൃത്തിയാക്കി അങ്ങനെ കുറേ പണികളൊക്കെ ചെയ്തു. പക്ഷേ ഒരു കാര്യം മറന്നു ഗൈസ്. ഇവിടെ ഞങ്ങളുടെ സിറ്റ് ഔട്ടില്ല, ഈ മുകളിലായിട്ട് ആ ഫാനിൻ്റെ അവിടെ കണ്ടു ചെറുതായിട്ട് വെള്ളം നിൽക്കുന്ന പോലെ അവിടെ ഫാൻ ഉണ്ടായിരുന്നു. അവിടെ ലീക്കാണ് ഗൈസ്. ഇന്നലെ മൊത്തം ഇവിടെ വെള്ളം ഒറ്റിച്ച്, ഇതാണ് ബക്കറ്റ്, മൊത്തം വെള്ളം ഒറ്റിച്ച് ഞാനിങ്ങനെ വരുമ്പോഴത്തെ സമയത്ത് മൊത്തം വെള്ളമായിരുന്നു. ഞങ്ങളുടെ വീടെടുത്ത് ആകെ 10-11 വർഷം അങ്ങനെ ആവുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് തേക്കൊക്കെ ചെയ്ത് വീണ്ടും ലീക്ക് വരുന്നതിന്. പക്ഷേ മറന്നു ഗൈസ്, മേക്ക് ഓവർ മറന്നു. പിന്നെ അടിക്കാം, ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഈവനിങ് അടിക്കാം. അപ്പോൾ പാമ്പ് വെച്ച ഡോക്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതടിച്ച് കഴിഞ്ഞാൽ പിന്നെ ലീക്കൊന്നും വരത്തില്ല. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. ഞാൻ ഇത് ഐലൻഡിലാണ് ഗൈസ്. ഇവിടെ നിന്ന് എന്താ പറയുക, ഒരു 1 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ കടൽ, 1 മിനിറ്റ് കിഴക്കോട്ട് നടന്നാൽ പുഴ. സോ അതിൻ്റെ ഒരു നടുക്കാണ് താമസിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് കടൽ അത്ര അടുത്തൊന്നല്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പുഴ പക്ഷേ വീട്ടിൽ നോക്കിയാൽ കാണാം. കടൽ 8 മിനിറ്റ്, അതായത് നിങ്ങളുടെ മെയിൻ വാർപ്പില്ല അവിടെ കയറണം. അങ്ങനെയാണെങ്കിൽ കടലാണ്, അല്ലാതെ കാണത്തൊന്നുമില്ല. അപ്പോൾ കടലിൻ്റെ ശബ്ദം കൂടി വരികയായിരുന്നു മഴ കൂടിയത് കാരണം. പക്ഷെ ഇപ്പോൾ അത് കുറഞ്ഞ വെയിൽ വന്നുകൊണ്ട്. ഇനിയിപ്പം നല്ല മഴ വന്നത്തോളം ശബ്ദം കൂടും. ഇവിടെയൊക്കെ ഉപ്പ് താവാൻ തുടങ്ങും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചാനലിൽ ഞാനങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായെങ്കിലും വീഡിയോസൊക്കെ കൂടുതലും കടലിൻ്റെ തന്നെയാണ്. ബീച്ച് സൈഡ് അങ്ങനെയാണല്ലോ. എൻ്റെ റീസണാണ് ഞാൻ പറഞ്ഞത്, കടലിൻ്റെ സൈഡിലായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഗൈസ്. എപ്പോഴും വീഡിയോ പക്ഷെ അങ്ങനെയൊന്നും പോവാറില്ല. ഇടയ്ക്ക് മാത്രമാണ് ഞാൻ കടലിൽ പോവുക, ഇടയ്ക്ക് മാത്രം, കൊല്ലത്തിലൊരിക്കൽ. കാരണം നിങ്ങൾക്ക് കടലിൽ അങ്ങനെ വലിയ പ്രാധാന്യമുള്ള സാധനമൊന്നുമല്ലല്ലോ. ഇനി എന്തായാലും കടലിലോട്ടൊന്നും പോകാൻ പറ്റില്ല, റീസൺ മഴയാണ്. മഴയത്ത് അങ്ങനെ കടലിലൊന്നും ഞങ്ങൾ കളിക്കാൻ പോകാറില്ല, ഭയങ്കര കടലായിരിക്കും. കടലങ്ങനെ കയറത്തൊന്നുമില്ല, എന്നാലും കുറച്ചും കൂടെ ഒക്കെ വരും. സോ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ കാര്യമൊക്കെ ഇടാം. പിന്നെ ജൂലൈ ആയതുകൊണ്ട് സ്കൂള് കാര്യങ്ങളൊന്നും തുറന്നിട്ടില്ല. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ +1 പോകുന്ന സ്റ്റുഡൻ്റാണ്. സോ നിങ്ങൾക്ക് 10th എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ